கொஞ்சம் தள்ளுங்க சார். എന്തുങ്ക கொஞ்சம் தள்ளுங்க சார். സംവിധായകരുടെ വിവേചന ബുദ്ധി കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. സത്യമാണല്ലോ, സത്യമാണ്. സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം. കേരളം ഉറപ്പാണ് LDF. മാധവ, 2 ദിവസത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക്. ഒരു നല്ല നാളേക്ക് വേണ്ടിയല്ലേ. സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സമാധാനമായല്ല. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിന്റെ ഭാഗമായി അവർ ഇവിടെ നിലപാട് സ്വീകരിക്കുകയല്ല. അവർ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്. ഇനി ഇതെങ്കിലും എനിക്കൊന്ന് ഭംഗിയായിട്ട് ചെയ്തു തരണേ. കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക, അങ്ങനെ പറയരുത് പ്ലീസ്. പുതിയൊരു ഗവൺമെന്റ് വരിക. അത് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. അതായത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ ക്യാപ്ഷനാണെന്ന് മഞ്ജുഷ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. കേവലം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ വെച്ചേ? മുതലാളി മറന്നുപോയത്. ഞങ്ങൾക്കെതിരായല്ല, BJPയെയും മോദിയെയും പരാജയപ്പെടുത്തുക. ഈ മഹാഭാവി നമ്മളെ ഓട്ടിച്ച ഓട്ടം. 4,92,000 വോട്ട് 2019 നിന്ന് ഞങ്ങൾക്ക് കുറഞ്ഞു. സ്വാഭാവികം. ഇപ്പൊ നിങ്ങൾക്ക് 90,17,000 വോട്ടാണ്. വെറുതെ ചിരിപ്പിക്കരുത്. അപ്പോ 4,92,000 കുറഞ്ഞ ഞങ്ങള്, 6,11,000 കുറഞ്ഞ നിങ്ങൾ. ആരുടെ കുറവാണ് വലുത്? ഇതല്ലേ കണക്ക് നോക്കേണ്ടത്. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. നേടി ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു? അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു. 11 മണ്ഡലാണ് BJP ലീഡ് നേടിയത്. അപ്പൊ നിങ്ങളുടെ ലീഡ് 123 നിന്ന് 111 എത്തി. ഏതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ. സൂനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പ്രചാരണ വാക്യവുമായി രംഗത്ത് വന്ന മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ ആയിരുന്നില്ല, ഇവിടെ BJPക്കെതിരായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് പോയി എന്ന്. അപ്പോ എന്റെ വീക്ഷണം കൊണ്ടകം തെറ്റിയ. വസ്തുതാപരമായ കാര്യങ്ങൾ പറയുന്നവരെല്ലാം വിവരദോഷി എന്ന് വിളിക്കുന്ന മറ്റൊരു വിവരദോഷിയായി മുഖ്യമന്ത്രി മാറുന്നു എന്നാണ് ഇന്നത്തെ. അതുപോലെ തന്നെ ആലത്തൂരിൽ ഒരു സീറ്റിൽ ജയിച്ച LDF ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം. ഇന്നും കിട്ടിയില്ലേ? കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ തൊലിക്കട്ടി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞാൽ പിന്നെ കാണ്ടാമൃഗത്തിന് മാത്രമേ ഉള്ളൂ. തൊലിക്കട്ടി അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഈ സംസ്ഥാനത്ത് CPMനുണ്ടായ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിലയിരുത്തുമ്പോ എല്ലാം പോയി. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. ഇറങ്ങി പോടാ പുല്ല.